ഗൈസ് നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണണ്ടേ, കോളേജ് മാത്രം കണ്ടാൽ പോരല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു മാളി വന്നിരിക്കുകയാണ്. മാളിൻ്റെ പേര് ഞാൻ നോക്കേണ്ടി വരും. ഭാരതീയ മാൾ. മാളിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതീയ മാളാണ്. അപ്പോൾ നാളെ നമ്മൾ ഏത് കോളേജാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്, അഥവാ ഈ ഒരു എപ്പിസോഡിൽ ഏത് കോളേജാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഭാരതീയ മാളൊന്ന് കാണാം നൈസായിട്ട് അല്ലേ. സോ ഗൈസ്, നമ്മളുടെ ക്യാമ്പസ് ഡയറീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇൻട്രോ ഓൾറെഡി എടുത്തു. നമ്മൾ ബാംഗ്ലൂരുള്ള നമ്മളൊരു മാളിൽ നിന്നാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം മാളിനോട് ചേർന്നിട്ട് തന്നെ വരുന്ന ഒരു കോളേജാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഏനപ്പോയ. ഓക്കെ, അപ്പൊ ഈ ഒരു പേര് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കോളേജാണ്. പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് മലയാളീസ് പഠിക്കുന്ന ഒരു കോളേജാണ് ഇപ്പം നമ്മൾ പോകാൻ പോണത്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം നോക്കുന്നുണ്ടാവുക, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് എവിടെയാണ് അല്ലേ. അപ്പം അവർ വന്നിട്ടുള്ളത് ബൃന്ദാവൻ കോളേജ് കാണാൻ വേണ്ടി തന്നെയായിരുന്നു. അപ്പം അവർ പോയി. അവർ വന്ന ഉദ്ദേശം കോളേജ് കാണാൻ. അവർ ഓൾറെഡി ആ കോളേജിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. അപ്പൊ അവർക്ക് നേരിട്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവര് അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ ഓൾമോസ്റ്റ് സീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടാണ് അവര് പോയിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴും പറയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജുകളിൽ ചേരണം എന്നുണ്ടെങ്കിൽ, നമ്മൾ വഴിക്ക് ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാപ്ടോപ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റുഡൻസ് നമ്മളെ കൂടെ വന്നതും കോളേജ് കണ്ടതൊക്കെ നിങ്ങൾ കണ്ടതാണ്. സോ നിങ്ങൾക്ക് നമ്മൾ ഏതെങ്കിലും ഒരു കോളേജ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ വരാം. നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതിനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്മളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. സോ നമുക്കിനി ഏനപ്പോയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കാം. അവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ, ഏതൊരു വീഡിയോ ആണെങ്കിലും അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. പിന്നെ കഴിഞ്ഞ 2 എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കഴിഞ്ഞ 2 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ എന്തിന്റെ പേരിലാണ്, എന്താണ് നമ്മളുടെ ഒരു നീഡ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുക. സോ നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ്, സെക്കൻഡ് എപ്പിസോഡൊക്കെ കാണാം. മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയെ നല്ല നല്ല എപ്പിസോഡുകൾ വരും. സോ ഗൈസ്, കോളേജിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, ഇതൊരു കോളേജാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല. വിശ്വസിച്ച് പറ്റുമോ? അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ഉള്ള ഒരു കോളേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഗൈസ്, നമ്മൾ കുറച്ച് നേരത്തെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ പാർക്കിംഗ് വരുന്നത് ബേസ്മെൻറ്റ് 2-ലാണ്. ഇതിൻ്റെ കോളേജ് വരുന്നത്, ഇപ്പോൾ നമ്മൾ ബേസ്മെൻറ്റിലേക്കാണ് പോയോണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കോളേജ് വരുന്നത് ഇതിൻ്റെ 2nd ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കയ്യുമ്മൊക്കെ ഒരു സംഭവം അടിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് എന്താ സെറ്റപ്പ് എന്നൊക്കെ നോക്കി നോക്കാം കേട്ടോ. ഗൈസ്, നമ്മളുടെ നേർ ബാക്കിൽ കാണുന്ന ആ ഒരു കോംപ്ലക്സിലാണ് നമ്മളുടെ ഏനപ്പോയ യൂണിവേഴ്സിറ്റി വരുന്നത്. ഇതിൻ്റെ 3rd ഫ്ലോറിലാണ് ഏനപ്പോയ യൂണിവേഴ്സിറ്റി വരുന്നത്. നമ്മളവിടെ പോയി, അവിടെ കണ്ടപ്പോൾ എനിക്ക് വണ്ടറായി പോയി. കാരണം അത്രയും ഫാക്കൽറ്റീസോട് കൂടിയിട്ട് ജിമ്മ്, ലൈബ്രറി, അവിടുത്തെ ക്യാൻറ്റീനൊക്കെ വേറെ മൂഡാണ്. ക്ലാസ് റൂമിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. എന്താ പറയുക, ഒരു ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു കോളേജ് എന്നൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ ക്ലാസ് റൂമിൽ നിന്നുള്ള ആ വ്യൂ, ഓരോ ക്ലാസ് റൂമിൽ നിന്നുള്ള വ്യൂസ് അടിപൊളിയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോൾ ഫുള്ള് പോസിറ്റീവാണല്ലോ പറയുന്നുണ്ടാവും. ആക്ച്വലി എനിക്ക് ഇവിടെ തോന്നിയൊരു നെഗറ്റീവ് കാര്യം കൂടി ഞാൻ പറയണമല്ലോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മുതൽ ഫുൾ സെക്യൂരിറ്റിയാണ്. നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അതിൻ്റെ ഉള്ളിൽ പെർമിഷൻ ഇല്ലാതെ നടക്കില്ല. ഞങ്ങൾ ആക്ച്വലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വന്നതുകൊണ്ട് പ്ലാൻ ചെയ്തതല്ല. മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോഗ്രാഫിയൊക്കെ അവിടെ അലൗഡ് ആയിരുന്നു. എങ്കിൽ പോലും നമ്മൾ ചെറിയ രീതിക്ക് കഫേലത്തെ ഷോട്ടുകളും നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ വേണമെങ്കിൽ കഫേലത്തെ ഷോട്ടുകളും ക്ലാസ് റൂമിൻ്റെ ചെറിയ ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. വലിയ ഷോട്ടുകൾ നമ്മളുടെ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ശേഷം ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പം എനിക്ക് നെഗറ്റീവായി തോന്നുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കോളേജിൻ്റെ ഉള്ളിൽ ഫുൾ സെക്യൂർഡാണ്. IBM കമ്പനിയൊക്കെ, മറ്റേ ഫേമസ് ആയിട്ടുള്ള IBM കമ്പനിയൊക്കെ ആ ഒരു കോംപ്ലക്സിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സെക്യൂർഡായിട്ടാണ് ഉള്ളിലേക്ക് കയറ്റാനും അതുപോലെ തന്നെ ഉള്ളിൽ നമ്മളെ കാണിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് പറയണ്ടല്ലോ,
കാനഡ UK അതുപോലത്തുള്ള ഒരു സെറ്റപ്പ് ആംബിയൻസ് ആണ് ഈ കോളേജിനെ ചുറ്റി പറ്റിയിട്ടുള്ളത്. ഭാരതീയ സിറ്റിക്കുള്ളിലാണ് ഈ ഒരു കോംപ്ലക്സ് വരുന്നത്. പിന്നെ ഭാരതീയ മാള് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനാണെങ്കിലും അവരുടെ കോളേജ് കഴിഞ്ഞ്, ഇപ്പോൾ കോളേജ് ഉച്ച വരെ ഉള്ളൂ, ഉച്ച കഴിഞ്ഞതിന് ശേഷം ഫുൾ ചില്ലി നടക്കാൻ പറ്റും. ഒരു ഔട്ട് ഓഫ് കൺട്രി പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുടെ മെയിൻ കാര്യം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരിക്കും. അപ്പം അതിന് പറ്റാത്തവർക്ക് ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ബാംഗ്ലൂർ വന്ന് ഇതുപോലുള്ള ഒരു കോളേജ് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നല്ലൊരു അനദർ ലെവലിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സ്പോർട്സ് ഫെസിലിറ്റീസും അതുപോലെ ജിമ്മും അതുപോലെ ലൈബ്രറി ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എനിക്കൊരു നെഗറ്റീവ് തോന്നിയത് ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിൽ 3rd ഫ്ലോറിലൊരു കോളേജ് വളരെ ചെറുതായി പോവോ കോളേജ് എന്നൊക്കെ തോന്നി. പക്ഷേ അതിനുള്ളിൽ കയറിയപ്പോഴല്ലേ മനസ്സിലായത് നടന്നിട്ട് തീരാത്ത അത്രയും സ്ക്വയർ ഫീറ്റാണ് ആ ഒരു കോളേജ് നിലനിൽക്കുന്നത്. ആ 3rd ഫ്ലോർ മൊത്തം വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. ഉള്ളിൽ കയറിയപ്പോഴാണ് ആ ഒരു ഫീൽ കിട്ടിയത്. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വളരെ ചെറിയൊരു എപ്പിസോഡായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൻ്റെ ഉൾഭാഗം നമുക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു കോളേജിനെ പറ്റി കൂടുതൽ അറിയാനും നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് A to Z ഡീറ്റെയിൽസ് ഞാൻ അതിൽ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, കോൾ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രോഷറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്താൽ മതി വാട്സപ്പ് നമ്പറിൽ. വേറൊരു കാര്യം പറയാനുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ കോളേജ് എക്സ്പ്ലോർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ തന്നെ DM ചെയ്താൽ മതി. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 3 പേരായിട്ട് വന്നത്. അപ്പം ഇനി അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് നമ്മളെ കൂടെ നമ്മളുടെ ഫോളോവേഴ്സിനെ കോളേജ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കൊണ്ടുവരണം. എന്നാലല്ലേ അവർ അത് കണ്ട് അവരത് ഇഷ്ടപ്പെട്ട് അവിടെ ചേരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഒരു ഗുണം ഉണ്ടായെന്ന് നമുക്ക് തോന്നുന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം. സോ നിങ്ങളെല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡ് അടിപൊളിയായിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് അടുത്തൊരു എപ്പിസോഡ് ഏത് ക്യാമ്പസിലാണ്, ഏത് കോളേജാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങളും ആ കാണുന്ന എൻജോയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ തരാട്ടോ. അപ്പോൾ ഇനി ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു പാർക്കൊന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്യട്ടെ. കുറേ അറിയുന്ന ആളുകളുണ്ട്, അറിയുന്ന പിള്ളേരുണ്ട്, നമ്മളെ അറിയുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വ്ളോഗ് കൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ മറക്കണ്ട, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി, അടുത്ത എപ്പിസോഡിൽ കാണാം.